ടെറസിന് മുകളിൽ പലതരം ചെടികൾ വളർത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പച്ചക്കറി കൃഷിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചട്ടുകളിൽ കൈതച്ചക്കകൾ വളർത്തി നോർത്ത് കാരശ്ശേരി ഗ്രീൻ ഗാർഡൻ ഉസന്റെ പരീക്ഷണം വിജയം. നിരവധി അന്യരാജ്യ പഴവർഗ്ഗങ്ങൾ മലയോര മേഖലയിൽ പരിചയപ്പെടുത്തിയ ഉസൻ അടുത്ത കാലത്താണ് കൈതച്ചക്കയിലേക്ക് തിരിഞ്ഞത്. 12ഓളം വ്യത്യസ്ത ഇനം കൈതച്ചക്കകളാണ് അദ്ദേഹം ഇപ്പോൾ നട്ടുപരിപാലിക്കുന്നത്. ചെടികളും പച്ചക്കറികളും നട്ടുപിടിപ്പിക്കുന്നത് പോലെ വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലും ചട്ടികളിൽ കൈതച്ചക്കയും നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നോർത്ത് കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡൻ ഉസൻ. തന്റെ വീട്ടുമുറ്റത്തും ടെറസിന് മുകളിലും നഴ്സറിയിലുമൊക്കെയായി നിരവധി ഇനം കൈതച്ചക്കകളാണ് ഇദ്ദേഹം ചട്ടികളിൽ നട്ടുപിടിപ്പിച്ച് വിളവെടുക്കുന്നത്. ഒരു 4 വർഷം മുമ്പാണ് എനിക്ക് ഈ മെക്സിക്കൻ ജയന്റ് എന്ന് പറഞ്ഞ പൈനാപ്പിളിന്റെ 4 തൈ കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഒരു പരീക്ഷണം പോലെ പോട്ടിൽ വളർത്തി നോക്കി. അപ്പോൾ അതിൽ ശരിക്കും 7 കിലോ ഒക്കെ തൂക്കം വരേണ്ടതാണ് ഈ വലിയ പൈനാപ്പിൾ. പോട്ടിലായപ്പോൾ 4, 5, 3 അങ്ങനെ ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെഡൂസ, ആൻപുള്ള്, MD2 തുടങ്ങിയ മക്കൾ കൂന്താണി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 10ഓളം ഇനം പൈനാപ്പിൾ വേറെയും വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ടെറസിൽ ഒരു 5 സ്ഥലത്തായിട്ടാണ് വളർത്തുന്നത്. ഇതുപോലെ ഒരു 100-ലധികം 120 ഒക്കെ തൈകളുണ്ട്. ഇപ്പോൾ മാസത്തിൽ 2 വീതം പഴങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇഷ്ടംപോലെ തൈകളും കിട്ടും. നിരവധി അന്യരാജ്യ പഴവർഗ്ഗങ്ങൾ മലയോര മേഖലയിൽ പരിചയപ്പെടുത്തിയ ഉസൻ അടുത്ത കാലത്താണ് കൈതച്ചക്കയിൽ പരീക്ഷണം നടത്തുന്നത്. 12ഓളം ഇനം കൈതച്ചക്കകളാണ് ഇദ്ദേഹം നട്ടുപരിപാലിക്കുന്നത്. മെക്സിക്കൻ ജയന്റ്, ഹാർട്ട്സ്പുൾ, മെഡൂസ, മക്കൾ കൂന്താണി, MB2 എന്നിവയാണ് ഇതിൽ പ്രധാനമായവ. മെക്സിക്കൻ ജയന്റ് ഇനത്തിൽപ്പെട്ട കൈതച്ചക്ക പൂർണ്ണ വളർച്ചയെത്തിയാൽ 7 കിലോ വരെ തൂക്കമുണ്ടാകും. സാധാരണ നാടൻ കൈതച്ചക്കയേക്കാൾ മധുരമുണ്ടാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഹാൻഡ്പുൾ ഇനത്തിൽപ്പെട്ട കൈതച്ചക്ക പഴുത്താൽ മുറിക്കാതെ തന്നെ കൈകൊണ്ട് അടർത്തിയെടുത്ത് കഴിക്കാനാകും. മെഡൂസ ഒരു ചെടിയിൽ തന്നെ ഒന്നിനോടൊന്ന് ഒട്ടിച്ചേർന്ന് നിരവധി ഫലങ്ങൾ ഉണ്ടാവുമെന്ന പ്രത്യേകതയുമുണ്ട്. അത്യാവശ്യത്തിന് വെള്ളവും വളവും നല്ല വെയിലും ലഭിച്ചാൽ 1 വർഷം കൊണ്ട് മെക്സിക്കൻ ജയന്റ് കായ്ച്ചു തുടങ്ങും. ഈ ഇനത്തിൽപ്പെട്ട കൈതച്ചക്കകൾ നമ്മുടെ സാധാരണ വിപണികളിൽ ലഭ്യമല്ല. പക്ഷേ ഇപ്പോൾ നിരവധി ആളുകൾ ഇതിന്റെ തൈ അന്വേഷിച്ചെത്തുന്നുണ്ടെന്നും കൂടുതലും ഓൺലൈനിലൂടെയാണ് തൈകൾ വിറ്റഴിക്കുന്നതെന്നും ഉസൻ പറയുന്നു. ന്യൂസ് 18 മുക്കം.